ഹായ് എൻ്റെ പ്രിയപ്പെട്ടവരെ, പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോളോ കോടതിയിൽ നിന്നൊരു ലെറ്ററോ വരുമ്പോൾ ബോധം കെട്ടി വീഴുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു കോടതിയിൽ നിന്നോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നോ ഒരു ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കേസ് ആവുന്നത്. ആ രണ്ട് വ്യക്തികൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യം ഒന്നുകിൽ കോടതി മുഖേനയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുഖേനയോ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന ഒരിടം മാത്രമായി കാണുക. അല്ലാതെ വിറയ്ക്കുക, ബോധം കെടുക, വയറിന് വേദന ഉണ്ടാവുക, ഒരാഴ്ചത്തോളം എന്താ പറയുക, ക്ഷീണം, തളർച്ച, ലൂസ് മോഷൻ, ഇങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിതം തീർക്കരുത്. എനിക്ക് ഡയറക്റ്റ് അനുഭവമാണ്. എൻ്റെ ഫാമിലിയിൽ ഉണ്ടായ ഒരു വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുമുള്ളവർ അനുഭവിച്ച കുറച്ച് വേദനകൾ ഞാൻ കാണുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊരാൾക്കും ഇനി ഇതുപോലൊരു അനുഭവം ഉണ്ടാവരുത്. ഏത് ഫാമിലി എടുത്താലും ഒരു ഡിവോഴ്സോ ചെറിയൊരു അതിർത്തി തർക്കമോ ഇല്ലാത്ത വളരെ വിരളമായ വീടുകളെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ സാധാരണക്കാരായ ആളുകളെയാണ് ഞാൻ പറയുന്നത്. വേറെ പുറം ലോകമായിട്ട് വേറെ ബന്ധമൊന്നുമില്ലാത്ത ഒരു വീട്, കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഒരു കേസെന്നോ ഒരു പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ പേടിച്ച് അവരുടെ മാനസികാവസ്ഥ വല്ലാതെ മാറുന്നു. അസുഖം, ഒന്നാമത്തെ എല്ലാവരും തന്നെ രോഗികളായിട്ടുള്ളവരായിരിക്കും. അവരുടെ BP പ്രശ്നങ്ങൾ അതൊക്കെ ഹൈ ആവുന്നു. അതൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിലാക്കി വെച്ചു, ഇതൊന്നും പേടിക്കാനുള്ളവരായിട്ടല്ല, നമ്മുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു വേദി മാത്രമാണ്. പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, നീതിയുക്തമായ മറുപടി, നീതിയുക്തമായ തീരുമാനം കോടതിയോ അല്ലെങ്കിൽ സ്റ്റേഷനോ നമുക്ക് എടുത്തു തരും. ഇതിപ്പം നമുക്ക് നീതി കിട്ടിയില്ല എങ്കിൽ പോലും നെക്സ്റ്റ് ലെവലിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. മനസ്സിലായോ? പേടിക്കല്ല വേണ്ടത്. പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ട് ആളുകൾ തെറ്റ് ചെയ്തിട്ടായിരിക്കില്ല അവിടെ പോണത്. തെറ്റ് ചെയ്യാതെ ഒരുപാട് ആളുകളെ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഭയപ്പെടരുത്. ധൈര്യത്തോടു കൂടി തന്നെ നിന്ന് മുന്നേറുക, ധൈര്യത്തോടു കൂടി തന്നെ നേരിടുക. ഒരു പോലീസ് സ്റ്റേഷനോ ഒരു കോടതിയോ നമ്മളെ ഭയപ്പെടുത്താനുള്ളതല്ല, നമ്മുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയെ മാത്രം കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.